ശബരിമലയിലേക്കുള്ള അയ്യപ്പ സംഘത്തെ നയിക്കുന്നത് ഗുരുസ്വാമിമാരാണ്. ഗുരുസ്വാമിയാകുന്നവർ ഭക്തിപൂർവ്വം അയ്യപ്പ ദർശനം നടത്തി സന്നിധാനത്ത് കൽപ്പകവൃക്ഷം വെച്ചുപിടിപ്പിക്കുന്ന പതിവുണ്ട്. ഇപ്പോഴും തുടരുന്ന ഈ പതിവിൽ തെങ്ങിൻ തൈകൾക്ക് സംഭവിക്കുന്നത് മറ്റൊന്നാണ്. 18 മലകളും 18 പടികളും എന്ന സങ്കല്പത്തിൽ 18 വർഷം തുടർച്ചയായി വ്രതശുദ്ധിയോടെ കെട്ടുനിറച്ച് അയ്യപ്പനെ തൊഴുന്ന ഓരോ ഭക്തരും പിന്നീട് ഗുരുസ്വാമിമാരാണ്. ഇവരാണ് കന്നി അയ്യപ്പന്മാർ ഉൾപ്പെടുന്ന സംഘത്തെ ശബരിമലയിലേക്ക് നയിക്കാൻ യോഗ്യർ. ഗുരുസ്വാമിയായി മാറുന്നതിന്റെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് 18ാം വട്ടം ശബരിമലയിൽ കൽപ്പകവൃക്ഷത്തൈ നടുക എന്നത്. പ്രാചീന കാലം മുതൽ നടക്കുന്ന പതിവ് വിശ്വാസപൂർവ്വം ഇപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോൾ ഒരു വൃക്ഷം നടുന്നതിൻ്റെതായ എല്ലാ ഗുണങ്ങളും ഉൾക്കൊണ്ട് ഉള്ള ഒരു ആചരണം തന്നെയാണ്. ഇപ്പോൾ അഫോറസ്റ്റേഷൻ എന്നൊക്കെ പറയുമല്ലോ, ഈ കൂടുതൽ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രകൃതിക്ക് ഈ ഒരു മരം നടുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രകൃതിക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുമല്ലോ. അപ്പം അത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അത് മറ്റൊരു രീതിയിൽ ഒരു ആചരണമായിട്ട് അതിനെ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിലിവിടെ നടാറുണ്ട്. പിന്നെ ധാരാളം വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തിരക്കിൽ അത് പല വഴിക്ക് പോകാറുണ്ട്. പക്ഷേ എന്നാലും കഴിവതും നടാറുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ കൊണ്ടുതരുന്നത് നമ്മൾ ആരെങ്കിലും കൊണ്ടൊക്കെ അത് ഏതെങ്കിലും ഭാഗത്ത് അനുയോജ്യമായിട്ടുള്ള സ്ഥലത്ത് അത് നടാറുണ്ട്. നിലവിൽ തെങ്ങിൻ തൈയുമായി എത്തുന്ന അയ്യപ്പ ഭക്തർ ഇത് ഭസ്മക്കുളത്തിന് സമീപം നിർദ്ദിഷ്ട സ്ഥലത്ത് സമർപ്പിച്ച് മടങ്ങുകയാണ്. സ്വാഭാവിക പരിസ്ഥിതിക്ക് മുതൽക്കൂട്ടാകേണ്ട ഇവ ദേവസ്വം ബോർഡിന്റെ ധനാഗമന മാർഗങ്ങളിൽ ഒന്നു മാത്രമാണ്. സമർപ്പണം ചെയ്യുന്ന തെങ്ങിൻ തൈകൾ കരാറുകാരൻ മുഖാന്തരം വീണ്ടും വിൽപ്പന കേന്ദ്രത്തിലേക്ക് എത്തപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ആണ് ചെയ്യുന്നത്. ഓരോ ആചാരവും നിഷ്ഠയും പ്രകൃതിയുമായുള്ള ഒത്തുചേരൽ കൂടിയാണെങ്കിലും അവയിൽ പലതും ശബരിമലയിൽ ഇല്ലാതാകുന്നതിൻ്റെ നേർക്കാഴ്ച കൂടിയാണ് ഇപ്പോൾ ഗുരുസ്വാമിമാർ സമർപ്പിക്കുന്ന ഓരോ കൽപ്പകവൃക്ഷ തൈകളും. അമൃത ന്യൂസ്, സന്നിധാനം.